ഞാൻ അപ്പു. വീട്ടിൽ വിളിക്കുന്നതാണ് അപ്പുന്ന്. എന്നെ സ്കൂളിൽ ചേർത്ത പേര് ജോമോൻ എന്നാണ്. ഞാനും മമ്മിയും പപ്പയും ചേച്ചിയും അടങ്ങുന്നതാണ് ഞങ്ങളുടെ ഫാമിലി. പപ്പ ഡോക്ടറാണ്, മമ്മിക്കും സർക്കാർ ജോലിയാണ്. ചേച്ചി മെഡിസിന് പഠിക്കുന്നു. ചേച്ചിയുടെ പേര് ജോമോൾ. മമ്മി ജെസ്സി, പപ്പ ജോസഫ്. പപ്പ ഡോക്ടറാണെങ്കിലും ഞങ്ങളുടെ പള്ളിയിലെ കമ്മിറ്റിക്കാരനാണ്. ഹോസ്പിറ്റലിൽ നിന്നും വന്ന പപ്പ പള്ളിയിൽ പോകും. പ്രാർത്ഥനയും ആതുര സേവനവും എല്ലാവർക്കും പപ്പയെ പ്രത്യേക ഒരു ഇഷ്ടമാണ്. പപ്പ പറഞ്ഞാൽ ഇടവകയിലെ എല്ലാവരും അനുസരിക്കും. പപ്പ സർജൻ ആയതുകൊണ്ട് നല്ല വരുമാനവും ഉണ്ട്. അതുകൊണ്ട് ചേച്ചിയെ ഒരു സർജനാക്കണമെന്ന പപ്പയുടെ ആഗ്രഹം. ഞാനും ക്ലാസ്സിൽ നന്നായി പഠിക്കും. അതുകൊണ്ട് എനിക്ക് കൂട്ടുകാർ കുറവാണ്. മമ്മിക്കും സർക്കാർ ജോലിയാണ്. മമ്മി സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൗൺസിലിങ്ങും മീറ്റിങ്ങും എന്നുവേണ്ട എല്ലാ കാര്യങ്ങൾക്കും മമ്മിക്ക് പോകേണ്ടി വരും. മമ്മി എല്ലാ ജില്ലയിലും മീറ്റിങ്ങിന് പോകും. ചിലപ്പോൾ ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ വീട്ടിൽ പപ്പയുടെ അമ്മ വന്ന് നിൽക്കും. പപ്പയുടെ അമ്മയും അപ്പയും പപ്പയുടെ അനിയനും കൂടിയാണ്. പപ്പയുടെ അപ്പൻ പട്ടാളത്തിലായിരുന്നു. പുള്ളി പപ്പയെ പോലെ അല്ല, നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോഴും പറമ്പിൽ പണിയെടുക്കും. ചാച്ചനെ കണ്ട പപ്പയുടെ ചേട്ടനാണെന്നേ പറയൂ. പപ്പയ്ക്ക് നല്ല പൊക്കമുണ്ട്, അതുപോലെ ചെറിയൊരു വളവുമുണ്ട്. ഞാനും മമ്മിയും നല്ല കൂട്ടാണ്. മമ്മി കാണാനും സുന്ദരിയാണ്. മമ്മിയുടെ ഐശ്വര്യം മമ്മിയുടെ മുടിയാണ്. കുറേ മുടിയുണ്ട്. ഞാനും മമ്മിയും ചേച്ചിയും പപ്പയും ഒന്നിച്ചാണ് പള്ളിയിലൊക്കെ പോകുന്നത്. പപ്പ പള്ളി കഴിഞ്ഞാലും വരില്ല. അവിടെ അച്ഛനോടും മറ്റുള്ളവരോടൊക്കെ വർത്താനം പറഞ്ഞു നിൽക്കും. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പലരും വന്ന് സംസാരിക്കും. കൂടുതലും ആണുങ്ങളാണ്. ഡോക്ടർ അച്ഛൻ്റെ റൂമിലുണ്ട്, ഇപ്പോൾ വരും കേട്ടോ എന്നൊക്കെ ഞങ്ങളോട് പറയും. അത് ഞങ്ങൾക്കറിയാം. എന്നാലും മമ്മിയോട് ഒന്നും മിണ്ടാതെ പോകില്ല. മമ്മി സ്കൂളിൽ വന്നാലും ചില സാറുമാർ മമ്മിയോട് സംസാരിച്ച് നിൽക്കും. എൻ്റെ പഠിത്തത്തെപ്പറ്റി പറഞ്ഞ്. എനിക്ക് നല്ല മാർക്കുണ്ട്. എന്നാലും അവരെന്നെപ്പറ്റി ഇവനെ അതിന് പഠിപ്പിക്കാൻ വിടണം, ഇതിന് ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് മമ്മിയോട് സംസാരിച്ച് നിൽക്കും. മമ്മി ചിരിക്കുമ്പോൾ മമ്മിയുടെ നുണക്കുഴി തെളിഞ്ഞ് കാണാം. മമ്മി പിന്നെ ഗോപി പൊട്ടാണ് തൊടുന്നത്. മമ്മി തല ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്നുമാണ്. സാരി ഉടുക്കുമ്പോൾ മമ്മിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു ദിവസം ഞാനും മമ്മിയും ഷോപ്പിങ്ങിന് പോയപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അവളും അവളുടെ മമ്മിയും ഉണ്ടായിരുന്നു. എന്നെ അവളുടെ മമ്മിക്ക് പരിചയപ്പെടുത്തി. എൻ്റെ കയ്യിൽ അവൾ പിടിച്ചാണ് അവൾ സംസാരിക്കുന്നത്. എൻ്റെ മമ്മി എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഒതുങ്ങിയാണ് നിൽക്കുന്നത്. എനിക്ക് സ്കൂളിൽ അധികം കൂട്ടുകാരില്ല. ഞാൻ ക്ലാസ്സിൽ ഒന്നാമതാണ് ഇരിക്കുന്നത്. കളിക്കാനൊന്നും അധികം പോകാറില്ല. ഞാൻ എപ്പോഴും എന്തെങ്കിലും വായിച്ച് ക്ലാസ്സിൽ തന്നെ ഇരിക്കും. മറ്റു കുട്ടികൾ, ഗേൾസ് ബോയ്സ്, അവർ പരസ്പരം കളിയും ചിരിയൊക്കെയുണ്ട്. മമ്മിയോട് അവൾ സംസാരിച്ച് നിൽക്കാണ്. ഒപ്പം എൻ്റെ കയ്യിലും പിടിച്ചിട്ടുണ്ട്. എനിക്കൊരു പരിഭ്രമം പോലെ അനുഭവപ്പെട്ടു. മമ്മി അത് കണ്ട് എന്നെ നോക്കി. അപ്പോൾ അവൾ മമ്മിയോട് പറഞ്ഞു, എൻ്റെ ആൻറ്റി, ഞങ്ങളുടെ ഒപ്പമൊന്നും ഇവൻ കളിക്കാനൊന്നും വരാറില്ല. ഇവൻ എപ്പോഴും പഠിത്താണ്. അത് കേട്ട് മമ്മി എന്നെ നോക്കി. ഞാൻ വിയർക്കാൻ തുടങ്ങി. അത് മമ്മി ശ്രദ്ധിച്ചു. മമ്മിയും അവളും അവളുടെ മമ്മിയും കുറേ നേരം സംസാരിച്ചു. അവൾ അപ്പോഴും എൻ്റെ കയ്യിൽ പിടിച്ച് നിൽപ്പാണ്. ഞാൻ അവളോട് പറഞ്ഞു, രേണു, ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, നമുക്ക് പിന്നെ കാണാം. മമ്മി അത് കേട്ട് എന്നെ നോക്കി ചിരിച്ചു. പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. മമ്മി എന്നോട് പറഞ്ഞു, അവൾ നല്ല സ്മാർട്ടാണല്ലോടാ. ഞാനൊന്ന് മൂളി. അപ്പൂസ് എന്താ അവൾ കയ്യിൽ പിടിച്ചപ്പോൾ നിന്ന് പരിഭ്രമിച്ചത്? മമ്മി എന്നെ നോക്കി ചോദിച്ചു. ഞാനൊന്ന് പുഞ്ചിരിച്ചു. മോനോന് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പേടിയാണോ? അത് മമ്മി, ഞാനങ്ങനെ അധികം സംസാരിക്കാറൊന്നുമില്ല. എടാ കുട്ട, പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കണം. മമ്മിക്ക് മനസ്സിലായി ഞാനൊരു ഷൈ ആയിട്ടുള്ള ആളാണെന്ന്. മോൻ പെൺകുട്ടികളുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യണം. അപ്പോഴല്ലേ സ്കൂൾ ലൈഫിന് ഒരർത്ഥമുള്ളൂ. ഞാൻ മമ്മിയെ നോക്കി. എടാ മോനെ, നിനക്ക് ലൈനുണ്ടോ? മമ്മി എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. അയ്യേ, മമ്മി എന്നെ നോക്കി ചിരിച്ചു. അതൊക്കെ വേണ്ടേടാ, മോൻ പപ്പയെ പോലെ തുടങ്ങല്ലേ. അതും പറഞ്ഞ് ഞങ്ങളൊരു ബേക്കറിയിൽ കയറി.
ഒരൊഴിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ മുന്നിൽ നടന്നു. ഞാനവിടെ ഒരു ടേബിളിലിരുന്നു. എൻ്റെ മുന്നിൽ മമ്മിയും ഇരുന്നു. എന്നോട് മമ്മി പറഞ്ഞു, നമുക്ക് അവിടെ ഇരിക്കായിരുന്നു. അയ്യോ, അത് വേണ്ട മമ്മി, അവിടെ ആളുകളല്ലേ, ഇവിടെ ആരുമില്ലല്ലോ, ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നെ നോക്കി മമ്മി പറഞ്ഞു, എടാ കുട്ട, ആളുകളുള്ള സ്ഥലത്തിരുന്നാലല്ലേ നമ്മളെ ആളുകൾ ശ്രദ്ധിക്കോളൂ. മോൻ ആളുകളുടെ അടുത്ത് നന്നായി ഇടപെടണം. മോൻ ചേച്ചി പെണ്ണെ നോക്ക്, അവൾ എല്ലാവരുമായി കൂട്ടാ. അവളുടെ ഫ്രണ്ട്സ് കൂടുതൽ ബോയ്സാണ്. മമ്മി പറഞ്ഞ ശരിയാ, ചേച്ചിക്ക് കുറേ ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഒരാൾ വന്നിട്ട് മമ്മിയോട് ചോദിച്ചു, കുടിക്കാൻ എന്താ വേണ്ടതെന്ന്. മമ്മി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എനിക്ക് വേണ്ടതും മമ്മിയാണ് പറഞ്ഞത്. അയാൾ മമ്മിയാണ് നോക്കുന്നത്, എന്നെ നോക്കുന്ന പോലുമില്ല. അവർ രണ്ടുപേരും പരസ്പരം ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അയാൾ മമ്മിയെ നന്നായി സ്കാൻ ചെയ്യുന്നുമുണ്ട്. ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ ഇരിക്കുന്ന ആണുങ്ങൾ മമ്മിയെ തന്നെ നോക്കുന്നുണ്ട്. അയാൾ ഓർഡർ എടുത്തു പോയി. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി, എല്ലാവരും മമ്മിയെ നോക്കുന്നുണ്ടല്ലോ. അത് കേട്ട് മമ്മി എന്നെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ, സുന്ദരികളെ ആണുങ്ങൾ നോക്കും, മോനും നോക്കിക്കോ പെൺകുട്ടികളെ. അയ്യേ, ഞാൻ ചിരിച്ചു. മോനെ, ആളുകൾ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, അതൊന്ന് വേറെ തന്നെയാ. അങ്ങനെ ഞങ്ങൾ ബേക്കറിയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ഇറങ്ങി. മമ്മി പോകുന്ന ബ്യൂട്ടി പാർലറിലേക്ക് പോയി. അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. മമ്മിയുടെ പപ്പ ഫോൺ വിളിച്ചു. ക്രിസ്മസിന് വേളാങ്കണ്ണി പള്ളിയിൽ പോകുന്ന കാര്യം പറഞ്ഞു. ഞങ്ങൾ വൈകിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മമ്മി ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞു. മമ്മിയുടെ പപ്പയും മമ്മിയും, മമ്മിയുടെ പപ്പയുടെ സഹോദരനും ഭാര്യയും, അവരുടെ മകൾ നാൻസി ആൻറ്റിയും, നാൻസി ആൻറ്റിയുടെ ഭർത്താവും, പിന്നെ അയൽവക്കത്തുള്ള ഒരപ്പച്ചനും അമ്മച്ചിയും, ഇവരെല്ലാം കൂടി വേളാങ്കണ്ണിയിൽ പോകുന്നു. നമ്മളോട് വരാൻ പറഞ്ഞു. മമ്മി പറഞ്ഞു. അത് കേട്ട് പപ്പ പറഞ്ഞു, എനിക്ക് വരവ് നടക്കില്ലടി. ഒന്നാമത് ഹോസ്പിറ്റലിൽ തിരക്കാണ്, പിന്നെ പള്ളിയിൽ കരോള് പതിവാണ്. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. നിങ്ങൾ 3 പേരും പൊക്കോ. ചേച്ചി പറഞ്ഞു, ഞാനൊന്നും വരുന്നില്ല, എനിക്ക് കുറേ പ്രൊജക്റ്റ് വർക്കുണ്ട്. പപ്പ അത് സമ്മതിച്ചു. മോൾക്ക് പഠിക്കണം, മെഡിസിനാണ് പഠിക്കുന്നത്, അത് ഓർമ്മ വേണം. പപ്പ ചേച്ചിയെ നോക്കി പറഞ്ഞു. പപ്പ എന്നെയും മമ്മിയെ നോക്കി പറഞ്ഞു, നിങ്ങൾ 2 പേരും പൊക്കോ, ഇവന് ഒരാഴ്ച അവധിയല്ലേ, നിങ്ങൾ പൊക്കോ. മമ്മി പപ്പയെ നോക്കി പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ അമ്മയോട് ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കാൻ പറയണം. ആ, അത് ഞാൻ പറഞ്ഞോളാം, പപ്പ പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എനിക്ക് ടൂർ പോകുന്നതൊക്കെ വളരെ ഇഷ്ടമാണ്. പിറ്റേന്ന് മമ്മിയുടെ മമ്മിയെ വിളിച്ച് പറഞ്ഞു, ഞാനും മോനും വരുന്നുണ്ടെന്ന്. അങ്ങനെ ആ ദിവസം അടുത്തു. നാൻസി ആൻറ്റി മമ്മിയെ ഫോൺ വിളിച്ചു. എടി ജെസ്സി, ഞാനും സണ്ണിച്ചനെ വരുന്നുള്ളൂ, എൻ്റെ പിള്ളേരൊന്നും വരുന്നില്ല. നാൻസി ആൻറ്റിയുടെ കുട്ടികൾ ഒരാൾ ജർമ്മനിയിലാണ്, ഒരാൾ ഹൈദരാബാദിൽ പഠിക്കുന്നു. അങ്ങനെ ഞാനും മമ്മിയും പോകുന്ന ആ ദിവസം വന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 മണിക്കൂർ ബസ്സിൽ യാത്രയുണ്ട് മമ്മിയുടെ വീട്ടിലേക്ക്. ഇന്ന് രാത്രി അവിടുന്ന് പുറപ്പെടും. പപ്പയുടെ അമ്മ വീട്ടിൽ തലേന്ന് തന്നെ വന്നിരുന്നു. പപ്പ കാറിൽ രാവിലെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാനും മമ്മിയും ബസ് കാത്തിരുന്നു. ബസ് വന്നു. നല്ല തിരക്കാണ്. രാവിലെ ആയതുകൊണ്ട് ബസ്സിൽ പണിക്ക് പോകുന്ന ആളുകളാണ് കൂടുതലും. അതും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ, പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളും. എൻ്റെ കയ്യിൽ വലിയൊരു ബാഗുണ്ട്, മമ്മിയുടെ കയ്യിലും വലിയൊരു ബാഗുണ്ട്. മമ്മിയും ഞാനും മുന്നിലൂടെ ബസ്സിൽ കയറി പുറകോട്ട് നീങ്ങി നിന്നു. ഞാൻ ഞങ്ങളുടെ ബാഗെടുത്ത് ഞെക്കിത്തിരക്കി ബെർത്തിൽ വെച്ചു. ഞാൻ സീറ്റിൻ്റെ സൈഡിൽ ചാരി നിന്നു. മമ്മിയുടെ മുന്നിൽ ഒരു കമ്പിയുണ്ട്, അതിൽ പിടിച്ച് മമ്മി നിന്നു. മമ്മിയുടെ പുറകിലേക്ക് ആണുങ്ങളാണ് നിൽക്കുന്നത്, മുന്നിലേക്ക് സ്ത്രീകളും. അല്പം ദൂരം ചെന്നപ്പോൾ കുറേ അന്യസംസ്ഥാന തൊഴിലാളികൾ. മുന്നിലൂടെ പെണ്ണുങ്ങളും പുറകിലൂടെ ആണുങ്ങളും കയറി. എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. ഒരു ചന്ദനക്കുരുതൊട്ട ഒരു ചേട്ടൻ മമ്മിയുടെ പുറകിലാണ് നിൽക്കുന്നത്. അയാൾ ഒരു കാവിമുണ്ടും വെള്ള വരയുള്ള ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത്. കണ്ടാൽ നല്ല മാന്യൻ. അയാൾ എന്നെ നോക്കി ചിരിച്ചു. ഞാനും പുഞ്ചിരിച്ചു. എന്നോട് ചേർന്ന് ഹിന്ദിക്കാരാണ് നിൽക്കുന്നത്. പെട്ടെന്നൊരാളെ കയറ്റാൻ ബസ്സൊന്ന് ചവിട്ടി. മമ്മിയുടെ മേത്തേക്ക് അയാൾ വന്ന് വീണു.
മമ്മി മുന്നിലെ കമ്പിയിൽ പിടിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അയാൾ മമ്മിയോട് പറഞ്ഞു. സോറി കേട്ടോ. ഏയ് അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, മമ്മി പറഞ്ഞു. അയാൾ വീണ്ടും മമ്മിയോട് ചേർന്നാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബസ് വളഞ്ഞു തിരിയുന്നതിനനുസരിച്ച് അയാളും വളഞ്ഞു തിരിയുന്നുണ്ട്. അപ്പോഴും മമ്മിയോട് പറയും സോറി കേട്ടോ എന്ന്. മമ്മി കുഴപ്പമില്ലെന്ന് അയാളോട് തിരിച്ചും പറയുന്നുണ്ട്. ഞാൻ കുറേ നേരം പുറത്തേക്ക് നോക്കി നിന്നു. കുറേ കാഴ്ചകൾ നോക്കി കണ്ടു. പിന്നെ ഞാൻ മമ്മിയെ നോക്കി. മമ്മി തനിയെ ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ചിരി അടക്കി പിടിക്കും, പിന്നെയും ചിരിക്കും. ഞാൻ മമ്മിയുടെ പുറകിൽ നിൽക്കുന്ന ആളെ നോക്കി. അയാളുടെ മുഖത്തും നല്ല സന്തോഷം. ഞാൻ താഴേക്ക് തലയൊന്ന് താഴ്ത്തി നോക്കി. അപ്പോഴാണ് ഞാൻ സംഗതി കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മമ്മി അടക്കി പിടിച്ച് ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായാണ് എങ്ങനെയൊക്കെ കാണുന്നത്. മമ്മിയും പപ്പയും പോലും എങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് ഞാൻ എന്നെ ശ്രദ്ധിച്ചത്. എൻ്റെ ആൾ തല പൊക്കുന്നുണ്ട്. എനിക്കെന്തോ പോലെ തോന്നി. മമ്മി ഇപ്പോൾ സ്വപ്നലോകത്തുനിന്ന പോലെ ചിരിക്കുന്നു. അയാളും ചിരിക്കുന്നുണ്ട്. അവർ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് നീങ്ങിത്തുടങ്ങിയിരുന്നു. എൻ്റെ ചങ്കിടിപ്പ് കൂടി. പ്രതികരിക്കാൻ എൻ്റെ മനസ്സ് വെമ്പി. പക്ഷേ എന്തുകൊണ്ടോ ഞാനൊന്നും മിണ്ടാതെ നിന്നു. എനിക്ക് ആസ്വദിക്കാനാണ് തോന്നിയത്. പെട്ടെന്നൊരു സ്റ്റോപ്പിൽ വണ്ടി നിർത്തി. കണ്ടക്ടർ പുറകിൽ നിന്നും ഇറങ്ങി ഫ്രണ്ടിലൂടെ കയറി. അവിടെ ഉള്ളവരോട് ടിക്കറ്റ് ചോദിച്ചു. അപ്പോഴേക്കും കണ്ടക്ടർ മമ്മിയുടെ അടുത്തേക്ക് വന്ന് മമ്മിയോടൽപ്പം പുറകോട്ട് നിൽക്കാൻ പറഞ്ഞു. മമ്മി പുറകോട്ട് നിന്നു. കണ്ടക്ടർ കമ്പിയിൽ ചാരി നിന്നു. എല്ലാവരോടും ടിക്കറ്റ് ചോദിച്ചു. ഞാൻ ടിക്കറ്റ് പറഞ്ഞ് ക്യാഷ് കൊടുത്തു. പുറകിൽ നിന്ന ആള് മമ്മിയെ മുന്നോട്ട് തള്ളി നിർത്തി. മമ്മി ഇപ്പോൾ കണ്ടക്ടറിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ മമ്മിയുടെ പുറകിൽ അയാളും മുൻപിൽ കണ്ടക്ടറുമാണ്. പിന്നെ പറയണ്ടല്ലോ, കണ്ടക്ടറും അത് മുതലെടുത്തു. കുറേ നേരം അവർ രണ്ടുപേരും മമ്മിയുടെ കൂടെ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു. പെട്ടെന്നൊരു സ്റ്റോപ്പിൽ വണ്ടി നിർത്തി. അയാൾ ഇറങ്ങിപ്പോയി. ഒരുപാട് ആളുകൾ ഇറങ്ങി. ഞങ്ങൾക്കിരിക്കാൻ സീറ്റ് കിട്ടി. മമ്മി അപ്പോഴും ഒരു സ്വപ്നലോകത്തെന്ന പോലെ ചിരിക്കുന്നുണ്ട്. പിന്നെ പുറത്തെ കാഴ്ച കണ്ടിരുന്നു. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത്. മമ്മിക്ക് ഛർദിൽ വരുന്നെന്ന് എന്നോട് ഇപ്പുറം ഇരിക്കാൻ പറഞ്ഞു. ഞാൻ മാറിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി വേളാങ്കണ്ണിക്ക് ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ലടാ, എനിക്ക് പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പിന്നെ നാൻസി നിർബന്ധം പിടിച്ചുകൊണ്ടാണ്, മമ്മി പറഞ്ഞു. ഞാൻ മമ്മിയെ നോക്കി. അപ്പോൾ മമ്മി എന്നോട്, എടാ അപ്പൂസേ, നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിന് സന്തോഷം കിട്ടുന്നത്. നമുക്കിഷ്ടമുള്ള ആളുകളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. ഞാൻ മമ്മി പറയുന്നത് കേട്ടിരുന്നു. ഞാൻ മുമ്പ് നടന്ന കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പിന്നെ വേണ്ടെന്ന് വെച്ചു. മമ്മിക്ക് ചിലപ്പോൾ വിഷമായാലോ ഞാൻ ചിന്തിച്ചു. ഈ യാത്രയിൽ മമ്മി ടെൻഷൻ അടിക്കണ്ട, ഞാൻ അതേപ്പറ്റി പിന്നെ ചിന്തിക്കേണ്ടെന്ന് തീരുമാനിച്ചു. ഞാൻ മമ്മിയെ നോക്കി. മമ്മി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി, ഈ നാൻസി ആൻറ്റിയൊക്കെ ഗൾഫ് മതിയാക്കി പോരുമോ? ആ, അറിയില്ലടാ. എടാ, സണ്ണിച്ചാന് ഗൾഫിൽ ബിസിനസ് അല്ലേ, അതുകൊണ്ട് വരില്ലായിരിക്കും. അല്ല മമ്മി, എന്താ അവർക്ക് അവിടെ ബിസിനസ്? അത് റെസ്റ്റോറൻറ്റ്, ഷോപ്പ്, അങ്ങനെ പലതും ഉണ്ടടാ. ഇപ്പോൾ രണ്ടും കൂടി നാൻസിയുടെ അപ്പനെയും അമ്മയും കാണാൻ വന്നതാ. അവരാണ് ഈ യാത്ര പ്ലാൻ ചെയ്തത്. നാൻസിയുടെ ചാച്ചനാണ് എൻ്റെ ചാച്ചനോട് പറഞ്ഞത് വേളാങ്കണ്ണി യാത്ര പോകാമെന്ന്. മമ്മി പറഞ്ഞു. പെട്ടെന്ന് മമ്മി എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്താ മമ്മി ചിരിക്കുന്നേ? ഞാൻ ചോദിച്ചു. മമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ, ഈ നാൻസിയുടെ കെട്ടിയനുണ്ടല്ലോ, സണ്ണിച്ചാൻ. ആ, സണ്ണിപ്പാപ്പാനല്ലേ? ആടാ, സണ്ണിച്ചൻ എന്നെയാണ് പെണ്ണ് കാണാൻ വന്നത്. ഞാൻ മമ്മിയെ നോക്കി. ആടാ, ഞാനും നാൻസിയും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോയാണ് അന്ന് ബ്രോക്കർ സണ്ണിച്ചാനെ കാണിച്ചത്. പുള്ളിക്ക് എൻ്റെ ഫോട്ടോ ഇഷ്ടപ്പെട്ടു. മമ്മി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പുള്ളി പെണ്ണ് കാണാൻ വന്നപ്പോൾ നാൻസി ചായയുമായി ചെന്നു. സണ്ണിച്ചൻ ചായ വാങ്ങി കുടിച്ചു. പുള്ളി അപ്പോഴും പെണ്ണ് എവിടെയെന്ന ചിന്തയിലാണ്. സണ്ണിച്ചൻ ബ്രോക്കറോട് പതുക്കെ പറഞ്ഞു പെണ്ണ് വന്നില്ലേ എന്ന്. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, നിൻ്റെ മുഖത്ത് കണ്ണില്ലേ, നോക്ക്, ഇതാണ് പെണ്ണെന്ന്.
പുള്ളി സണ്ണിച്ചൻ്റെ ചെവിയിൽ പറഞ്ഞു. ഇത് പറഞ്ഞ് മമ്മി ചിരിക്കാണ്. മമ്മിയോട് ഇതാരാ പറഞ്ഞേ ഞാൻ ചോദിച്ചു. നാൻസിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് സണ്ണിച്ചൻ തന്നെ നാൻസിയോട് പറഞ്ഞതാണ്. ഒരു ദിവസം നാൻസിയാണ് ഇതെന്നോട് പറഞ്ഞത്. മമ്മി സുന്ദരിയാണല്ലോ, അതുകൊണ്ടായിരിക്കും സണ്ണിപ്പാപ്പാന് മമ്മി ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞു. മമ്മി എന്നെ നോക്കി പുഞ്ചിരിച്ചു. മമ്മി എപ്പോഴും പാപ്പന് മമ്മി ഇഷ്ടമാണോ ഞാൻ ചോദിച്ചു. മമ്മി എന്നെ നോക്കി പറഞ്ഞു, ആ അറിയില്ലടാ. മമ്മിയെ കല്യാണം കഴിക്കാൻ അന്ന് പാപ്പൻ വന്നാൽ മമ്മി സമ്മതിക്കോ? മമ്മി എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആടാ ഞാൻ സമ്മതിച്ചേനെ. ഞാൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ പപ്പയോ? അത് മോനു, അന്ന് സണ്ണിച്ചനെ കാണാൻ നല്ല രസമുണ്ട്. ഏതു പെണ്ണും ഒന്ന് നോക്കിപ്പോവും. പിന്നെ നിൻ്റെ പപ്പ, എൻ്റെ അപ്പനും അമ്മയ്ക്കും പുള്ളി ഇഷ്ടപ്പെട്ടു. പുള്ളി ഡോക്ടറാണ്, ദൈവവിശ്വാസിയുമാണ്. അതൊക്കെയാണ് അന്ന് നോക്കിയത്. ഞങ്ങൾ പെണ്ണുങ്ങളുടെ ഇഷ്ടവും ആഗ്രഹവും അതിന് പ്രസക്തിയില്ല. കാരണവന്മാർ തീരുമാനിക്കും, അത് നടക്കും, അത്ര തന്നെ. മമ്മി ഒന്ന് നെടുവേർപ്പെട്ടു. അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പപ്പ മമ്മിയെ വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കുന്നില്ലെന്ന്. അതുകൊണ്ടാണ് നേരത്തെ നടന്ന സംഭവത്തിന് മമ്മി ഒന്നും മിണ്ടാതെ നിന്നത്. മമ്മിയെ കുറ്റം പറയാൻ പറ്റില്ല എനിക്ക് തോന്നി. പപ്പ ഹോസ്പിറ്റലിൽ നിന്നും പള്ളിയിലേക്ക്, രാത്രി വീട്ടിൽ വരും, വെളുപ്പിന് വീണ്ടും പള്ളിയിൽ പോകും, അത് കഴിഞ്ഞാൽ വീണ്ടും ഹോസ്പിറ്റലിലേക്ക്. ഞാൻ ഓർത്തു. അങ്ങനെ ഞങ്ങൾ ഉച്ചയോടുകൂടി മമ്മിയുടെ വീട്ടിലെത്തി. മമ്മിയുടെ മമ്മി എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. സ്നേഹത്തോടെ എൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. മമ്മിയുടെ ചേട്ടൻ അവിടെയുണ്ട്, അതായത് എൻ്റെ അങ്കിൾ. അങ്കിളുടെ ഭാര്യ മരിച്ചു പോയതാണ്. അങ്കിളിൻ്റെ ഒരു മകളെ കെട്ടിച്ചു വിട്ടു. ഒരു മകൾ നേഴ്സായി ജോലി ചെയ്യുന്നു. അങ്കിൾ വേളാങ്കണ്ണിക്ക് വരുന്നില്ല. അങ്ങനെ മമ്മി പോയി ഫ്രഷായി ഇട്ടുകൊണ്ട് വന്നതൊക്കെ കഴുകിയിട്ടു. ഞാനും പോയി ഫ്രഷായി. പിന്നെ ഫുഡ് കഴിച്ചു. ഞാൻ മുറ്റത്തൂടെ നടന്നു. മുറ്റത്ത് ഒരു മാവിൻ ചവിട്ടിൽ ഞാൻ നിന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ചാച്ചൻ വന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ചേച്ചിയുടെ പഠിത്തം, പപ്പയുടെ ജോലി, പപ്പയുടെ വീട്ടുകാരെ പറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. എന്നോട് ചാച്ചൻ പറഞ്ഞു, ഒരാഴ്ച നീ ഇവിടെ നിൽക്ക്, ക്ലാസ് തുടങ്ങുമ്പോൾ പോകാം. അയ്യോ ചാച്ച, മമ്മി സമ്മതിക്കില്ല, എനിക്ക് നിൽക്കാനൊക്കെ ഇഷ്ടമാണ്. എടാ അപ്പൂസേ, നിൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞോളാം. അത് കഴിഞ്ഞ് ഞാനും ചാച്ചനും അകത്തേക്ക് വന്നു. അകത്ത് മമ്മിയുടെ മമ്മിയും സംസാരിച്ചിരിക്കുകയാണ്. ചാച്ചൻ മമ്മിയോട് പറഞ്ഞു, എടി ജെസ്സി, ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി കേട്ടോ. മമ്മി ചാച്ചനെ നോക്കി. അയ്യോ ചാച്ച, എനിക്ക് ജോലിക്ക് കയറണ്ടേ. അത് കേട്ട് മമ്മിയുടെ മമ്മി പറഞ്ഞു, എടി നിനക്കൊരാഴ്ച ഇവിടെ നിന്നാലെന്താ? അപ്പൂസിന് ഇവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായില്ലേ? എടി കൊച്ചേ, ഒരാഴ്ച എൻ്റെയും ചാച്ചൻ്റെയും കൂടെ ഇവിടെ നിന്നിട്ട് പോയാൽ മതി. അത് കേട്ട് മമ്മി എന്നെ നോക്കി. ഞാൻ പറഞ്ഞു, മമ്മി ചാച്ചൻ എന്നോട് ക്ലാസ് തുറക്കുമ്പോൾ പോയാൽ മതിയെന്നാ പറഞ്ഞേ. ആ അത് മതിയടാ, ചാച്ചൻ പറഞ്ഞു. എന്നിട്ട് മമ്മിയെ നോക്കി. എടി ജെസ്സി, നിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ നിന്ന് വിടുന്നുള്ളൂ. നിൻ്റെ കെട്ടിയോനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അത് കേട്ട് മമ്മി ചിരിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് നാൻസി ആൻറ്റിയും ഭർത്താവും ആൻറ്റിയുടെ അപ്പനും അമ്മയും വന്നത്. ആൻറ്റിയുടെ അമ്മ എന്നെ ചേർത്ത് പിടിച്ചു. അപ്പൂസേ സുഖാണോ? ആൻറ്റിയും ചാച്ചനും എന്നോട് വിശേഷങ്ങൾ തിരക്കി. പിന്നെ അവർ എല്ലാവരും ഹോളിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ആൻറ്റി എൻ്റെ തോളിലൂടെ കൈയിട്ടാണ് നിൽക്കുന്നത്. അപ്പൂസ് വളർന്ന് വലിയ ആളായിപ്പോയല്ലോ, ആൻറ്റി പറഞ്ഞു. അത് കേട്ട് സണ്ണിപ്പാപ്പൻ എന്നെ നോക്കി പറഞ്ഞു, എടി നാൻസി, ഇവൻ വളർന്നെങ്കിൽ ഇവനെ ഒരു പെണ്ണിനെ നോക്കിക്കോ. എല്ലാവരും കേൾക്കി പറഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു നാണം വന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എൻ്റെ സണ്ണിച്ച, അപ്പൂസിന് നാണം വന്നു, ദാ നോക്കിയേ. അപ്പോൾ മമ്മിയുടെ ചാച്ചൻ സണ്ണിപ്പാപ്പനോട് ചോദിച്ചു, സണ്ണിച്ച, വണ്ടി എപ്പോഴാണ് വരുന്നത്? അത് ചാച്ച 6 മണിക്ക് ഇവിടെ വരും, പാപ്പൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കൂടി സംസാരിച്ച് മമ്മി അടുക്കളയിൽ പോയി ചായ എടുക്കാൻ. ആൻറ്റി അപ്പോഴും എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് എന്നെയുമായി അടുക്കളയിലേക്ക് നടന്നു. മമ്മി അപ്പോൾ ചായയ്ക്ക് വെള്ളം ഗ്യാസിൽ വെക്കാണ്. മമ്മിയോട് ആൻറ്റി ചോദിച്ചു, എടി ജെസ്സി, പെണ്ണിനെ എന്താടി കൊണ്ടുവരാനത്? അത് എടി നാൻസി,
അവൾക്കൊത്തിരി പഠിക്കാനുണ്ട്, പിന്നെ പ്രൊജക്റ്റ് എഴുതണമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുക. അവൾ മെഡിസിനല്ലേ പഠിക്കുന്നത്, എന്തോരം പണം ചിലവാക്കി പഠിപ്പിക്കുന്നതാ, ഉഴപ്പിയ തീർന്നില്ലേ? മമ്മി പറഞ്ഞു. ആ അത് ശരിയാടി. അല്ല, അപ്പൂസ് ഡോക്ടറിന് എന്താ പരിപാടി? ആൻറ്റി എന്നോട് ചോദിച്ചു. അപ്പോഴേക്കും പാപ്പൻ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടർക്ക് ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ കാണുമായിരിക്കും, അല്ലെങ്കിൽ അച്ഛന് പകരം പള്ളിയിൽ കയറി ആളുകളുടെ കുമ്പസാരം നടത്തണമായിരിക്കും. അതും പറഞ്ഞ് പാപ്പൻ ചിരിച്ചു. മമ്മി പാപ്പനെ നോക്കി. അയ്യോ, ഇങ്ങനെ നോക്കല്ലേ, ഞാൻ പേടിച്ചു പോകും. എനിക്ക് പാപ്പൻ പറഞ്ഞപ്പോൾ ചിരിയാണ് വന്നത്. ഞാൻ ചിരിച്ചു. മമ്മി എന്നെ നോക്കി. ആൻറ്റി അപ്പോൾ മമ്മിയോട് പറഞ്ഞു, എടി ജെസ്സി, സണ്ണിച്ചൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. മമ്മി കുറുമ്പോടെ ആൻറ്റിയോട് പറഞ്ഞു. എനിക്ക് ഈ തമാശ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് പാപ്പനെ നോക്കി. അപ്പോഴേക്കും ചായ തിളച്ചു. ട്രേയിലേക്ക് ഗ്ലാസുകൾ പെറുക്കി വെച്ച് അതിലേക്ക് മമ്മി ചായ പകർത്തി. അപ്പോൾ പാപ്പൻ എന്നെ നോക്കി പറഞ്ഞു, എടാ അപ്പൂസേ, നിൻ്റെ പപ്പയില്ലേ ഡോക്ടർ? എന്നോട് ഒരാൾ പറഞ്ഞതാ പ്രിസ്ക്രിപ്ഷന് പകരം ബൈബിൾ വചനമാണ് എഴുതി കൊടുത്തതെന്ന്. ഇതും പറഞ്ഞ് പാപ്പൻ പൊട്ടിച്ചിരിച്ചു. മമ്മി ഒരു ഗ്ലാസ് ചായ പാപ്പൻ്റെ മുന്നിലേക്ക് വെച്ചു. എന്നിട്ട് പറഞ്ഞു, വേണേ കുടിക്ക്. മമ്മി എന്നിട്ട് ചായയുമായി ഹോളിലേക്ക് പോയി. ആൻറ്റി പാപ്പനോട് പറഞ്ഞു, നിങ്ങൾക്ക് അവളെ ദേഷ്യം പിടിപ്പിക്കേണ്ട വലിയ കാര്യമുണ്ടോ മനുഷ്യ? പാപ്പൻ എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു. ചുമ്മാ എന്ന് കണ്ണടച്ചുകൊണ്ട്. മമ്മി ഉടനെ തന്നെ അടുക്കളയിലേക്ക് വന്നു. ഒന്നും മിണ്ടുന്നില്ല. പാപ്പൻ ആൻറ്റിയോട് പറഞ്ഞു, എടി നാൻസി, ഈ ജെസ്സിക്ക് ദേഷ്യം വരുമ്പോൾ എന്നാ മുടിഞ്ഞ ഗ്ലാമറാണല്ലേ. മമ്മിക്ക് അത് കേട്ടപ്പോൾ ചിരി വന്നു. മമ്മി പാപ്പനെ നോക്കി. ആൻറ്റിയെ നോക്കി പാപ്പൻ പറഞ്ഞു, സുന്ദരിയാണ് കേട്ടോ. മമ്മി ഒന്ന് ചിരിച്ചു പോയി. പാപ്പൻ മമ്മിയോട് പറഞ്ഞു, എൻ്റെ ഭാര്യ നാൻസിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മമ്മി പാപ്പനെ രൂക്ഷമായി നോക്കി. ഇത് കണ്ട് ആൻറ്റിയും ചിരിക്കാണ്. ആൻറ്റി അപ്പോൾ പാപ്പനോട് പറഞ്ഞു, സണ്ണിച്ച, അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പാപ്പനപ്പോൾ എന്നെ നോക്കി പറഞ്ഞു, അപ്പൂസെ, ഒരു പഴയ കഥയുണ്ട്, അത് പറയണോ? മമ്മി അപ്പോൾ പാപ്പനെ നോക്കി. ഞാൻ പറഞ്ഞു, ആ പറ പാപ്പ. എടാ, ഞാൻ പെണ്ണ് കാണാൻ തീരുമാനിച്ചപ്പോൾ ബ്രോക്കർ ഒരു ഫോട്ടോ കാണിച്ചു. അതിൽ 2 പെണ്ണുങ്ങളുണ്ട്, 2ഉം സുന്ദരികൾ. പാപ്പൻ മമ്മിയെ ആൻറ്റിയെ നോക്കി. എന്നിട്ട് തുടർന്നു, ഫോട്ടോയിൽ ഒരു പെണ്ണിനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പെണ്ണല്ല. അപ്പോൾ ഞാൻ ബ്രോക്കറോട് പറഞ്ഞു, എനിക്ക് മറ്റേ പെണ്ണിനെയാണ് ഇഷ്ടപ്പെട്ടതെന്ന്. അയാൾ പറഞ്ഞു അവളുടെ കല്യാണം ഒരു ഡോക്ടറായി നിശ്ചയിച്ചു എന്ന്. പിന്നെ ഞാൻ കണ്ട പെണ്ണിനെ ഞാൻ കെട്ടി. അവളും സുന്ദരിയാണ്. മമ്മി പാപ്പനോട് ചോദിച്ചു, എന്നാ മറ്റേ പെണ്ണോട് പോയി നേരിട്ട് പറയാൻ മേലായിരുന്നോ ഇഷ്ടമാണെന്ന്? അത് കേട്ട് പാപ്പൻ ചിരിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇനിയാണെങ്കിലും അവളെ കെട്ടി കൂടെ താമസിപ്പിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. അതും പറഞ്ഞ് ആൻറ്റി ചിരിക്കാണ്. പിന്നെ വേണമെങ്കിൽ എന്നെയും അവളെയും നിങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തും കിടത്തിക്കോ. ആൻറ്റി അതും പറഞ്ഞ് വീണ്ടും ചിരിച്ചു. പെട്ടെന്ന് അവിടേക്ക് ആൻറ്റിയുടെ മമ്മി വന്നു. പിന്നെ കുറേ കുടുംബവിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്ന് സമയം പോയി. ആൻറ്റിയോട് പാപ്പൻ പറഞ്ഞു, എടി നാൻസി, സമയമായി, ഇനി ഒരുങ്ങാൻ നോക്ക്. മമ്മിയെയും കൂട്ടി ആൻറ്റി മുകളിലെ റൂമിലേക്ക് പോയി. മമ്മി എന്നോട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഡ്രസ്സ് മാറി നിന്നു. ആ സമയം മമ്മിയും ആൻറ്റിയും മാറുകയാണ്. 2ഉം പച്ച കളർ. കുറച്ച് കഴിഞ്ഞപ്പോൾ പാപ്പൻ അങ്ങോട്ട് വന്ന്, ഇതുവരെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ആൻറ്റി പറഞ്ഞു, ആ ഇപ്പോൾ തീരും. ആഹാ, 2ഉം പച്ചത്തത്തകളാണല്ലോ. എന്നെ നോക്കിയാണ് പാപ്പനത് പറഞ്ഞത്. ഞാൻ മനസ്സിലാകാതെ നിന്നു. പെട്ടെന്ന് നാൻസി ആൻറ്റി പാപ്പനോട് പറഞ്ഞു, പാപ്പ, അവളുടെ സാരി ഒന്ന് ഞൊറിഞ്ഞു കൊടുക്കണേ. പാപ്പൻ അത് കേട്ട് മമ്മിയുടെ അടുത്തേക്ക് പോയി മമ്മിയുടെ സാരി ഞൊറിഞ്ഞു കൊടുത്തു. അപ്പോൾ മമ്മി ആൻറ്റിയെ നോക്കി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, എടി ജെസ്സി, ഈ സണ്ണിച്ചൻ ഇങ്ങനെയാണ്. നിൻ്റെ ഡോക്ടർ ഇങ്ങനെയൊക്കെ ചെയ്യുമോടി? മമ്മി പറയുന്നതിന് മുമ്പ് പാപ്പൻ പറഞ്ഞു, അതിന് പ്രേമിക്കാൻ പഠിക്കണം. അങ്ങനെ ഞങ്ങൾ താഴേക്ക് വരുമ്പോൾ ട്രാവലർ വന്നിട്ടുണ്ട്. അടുത്തുള്ള വീട്ടിലെ ആ ചേട്ടനും ചേച്ചിയും വന്നു. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. ആൻറ്റിയും മമ്മിയും ഒരു സീറ്റിലിരുന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. പാപ്പൻ ഡ്രൈവറോട് സംസാരിച്ചിരുന്നു.
അങ്ങനെ വെളുപ്പിന് ഞങ്ങൾ വേളാങ്കണ്ണി എത്തി. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാം. എല്ലാവരും കാത്തിരിക്കുക.